നമ്മുടെ നാട്ടിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്യാൻസർ ബ്രസ്റ്റ് അല്ലെങ്കിൽ സ്തനങ്ങളിൽ വരുന്ന അർബുദമാണ്. ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ടൈറ്റ് ആയിട്ടുള്ള അടിവസ്ത്രം ധരിക്കുന്ന സമയത്ത് ക്യാൻസർ വരുന്നുള്ളത് എല്ലാവരും പറയാറുണ്ട്. പീരീഡ്സ് ആയതിന്റെ 14ാമത്തെ ദിവസം ഇത്തരത്തിൽ പരിശോധിക്കാം. എല്ലാ മുഴകളും ക്യാൻസർ ആണ്. ഹായ് ഹലോ നമസ്കാരം. ബ്രസ്റ്റ് ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ടുള്ള 5 സൈനുകൾ അല്ലെങ്കിൽ 5 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിന്ന് പറഞ്ഞുതരാം. ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്യാൻസർ ബ്രസ്റ്റ് അല്ലെങ്കിൽ സ്തനങ്ങളിൽ വരുന്ന അർബുദമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രതിരോധമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. ഞാൻ ഡോക്ടർ അനുശ്രീ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ആൻഡ് സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. ഇന്ന് സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, അതായത് സ്തനങ്ങളിൽ ഉണ്ടാകുന്ന അർബുദം. ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സ്തനം അല്ലെങ്കിൽ ബ്രസ്റ്റ് നോർമലായിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് ആദ്യം ഉണ്ടാവണം. അതിനായിട്ട് നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത് കണ്ണാടിയുടെ മുന്നിലൊന്ന് നിന്നിട്ട് നോക്കുക. ആദ്യം കൈ രണ്ടും അരക്കെട്ടിൽ വെച്ചിട്ട് നോക്കുക, നമ്മുടെ ബ്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ സ്തനങ്ങളുടെ സൈസ് രണ്ടും ഒരുപോലെയാണോ, അതിൻ്റെ ഷേപ്പ് രണ്ടും ഒരുപോലെ തന്നെയാണോ, എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. അതിനുശേഷമായിട്ട് കൈകൾ രണ്ടും തലയുടെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതേപോലെ തന്നെ നോക്കുക, സൈസിലും ഷേപ്പിലും എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നിപ്പിൾ കറക്റ്റായിട്ട് പൊസിഷനിലാണോ ഉള്ളത്, അവിടെ എന്തെങ്കിലും ചൊറിച്ചൽ പോലെയോ അല്ലെങ്കിൽ രക്തം വരുന്നത് പോലെയോ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ചാർജ് എന്തെങ്കിലും ദ്രാവകം ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതിന് ശേഷമാണ് നമ്മൾ കൈ വെച്ചിട്ടുള്ള പരിശോധന ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമുക്കൊരു 2-3 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കൃത്യമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഇടത്തെ ബ്രസ്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നതെന്നുണ്ടെങ്കിൽ വലത്തെ കൈൻ്റെ 3 വിരലുകളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ 3 വിരലുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ സ്തനത്തിന് അല്ലെങ്കിൽ ബ്രസ്റ്റിന് ചുറ്റും വൃത്താകൃതിയിലായിട്ട് ഒന്ന് പതിയെ അമർത്തി നോക്കുക. അങ്ങനെ അമർത്തുന്ന സമയത്ത് എന്തെങ്കിലും തടിപ്പോ കല്ലിപ്പോ അല്ലെങ്കിൽ മുഴകളോ കാണുന്നുണ്ടോ അല്ലെങ്കിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ നിങ്ങളുടെ ഇടത്തെ ബ്രസ്റ്റ്, ഇപ്പം നമ്മൾ വലത്തെ കണ്ട് നോക്കിയല്ലോ, അതുപോലെ തന്നെ വലത്തെ ബ്രസ്റ്റ് ഇടത്തെ കൈയുടെ ഈ 3 വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ തന്നെ പരിശോധിച്ച് നോക്കാം. അതിനുശേഷമായിട്ട് നമ്മുടെ കക്ഷങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലും തടിപ്പോ കല്ലിപ്പോ മുഴയോ കാണുന്നുണ്ടോ എന്ന് കൈവച്ച് അമർത്തി നോക്കുക. കൈകൾ രണ്ടും പൊന്തിച്ച് വെച്ചതിന് ശേഷം അടിയിലായിട്ട് നമുക്ക് അമർത്തി നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ കോളർ ബോണിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തടിപ്പോ കല്ലിപ്പോ വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അമർത്തുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു തടിപ്പായിട്ടോ മുഴയായിട്ടോ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതെന്താണെന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്തനം പരിശോധിച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മുടെ നിപ്പിൾ നോക്കുക. നിപ്പിൾ കറക്റ്റായിട്ടുള്ള പൊസിഷനിലാണോ, അവിടെ എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ രക്തം വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്തരത്തിൽ നിപ്പിളിന് എന്തെങ്കിലും വ്യത്യാസങ്ങളോ ഈ പറഞ്ഞ ഡിസ്ചാർജോ ദ്രാവകമോ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ മുഴകൾ നേരത്തെ പറഞ്ഞതുപോലെ കക്ഷത്തിൻ്റെ ഭാഗത്തോ ഈ കഴുത്തിൻ്റെ ഭാഗത്തോ ഉള്ള മുഴകളിൽ അവിടെ വേദനയോ കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ചികിത്സ നിങ്ങൾ നേടുക. ഇനി ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമാണ്, എപ്പോഴാണ് ഇത് പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ സ്ഥിരമായിട്ട് എല്ലാ മാസവും ഇത്തരത്തിൽ പരിശോധിക്കുന്നത് നല്ലതാണ്. ആർത്തവം നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, അതായത് പീരീഡ്സ് ഉള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പീരീഡ്സ് ആയതിൻ്റെ 14ാമത്തെ ദിവസം ഇത്തരത്തിൽ പരിശോധിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം ഇത്തരത്തിൽ പരിശോധിച്ച് നോക്കാം. ഇനി ആർത്തവ വിരാമം നടന്ന സ്ത്രീകളാണ്, അതായത് മെനോപോസ് അറ്റൈൻ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു തീയതിയിൽ ഇത് പരിശോധിക്കാം. അതായത് എല്ലാ മാസം 1-ാം തീയതി അല്ലെങ്കിൽ എല്ലാ മാസം 10-ാം തീയതി ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അന്നത്തെ ദിവസം ഇത്തരത്തിൽ പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇനി ഈ ബ്രസ്റ്റ് ക്യാൻസർ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാനായിട്ടുള്ള 5 ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പരിശോധിച്ച സമയത്ത് നമുക്കിതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസ്, 2 സൈസും ഒരുപോലെയാണോ, എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷേപ്പ്, 2 ബ്രസ്റ്റിൻ്റെ ഷേപ്പ് ഒരുപോലെയാണോ. നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മുന്നിലേക്ക് നിന്നിട്ടും അതുപോലെ തന്നെ പുറകിലേക്ക് നിന്നിട്ടും ഇത്തരത്തിൽ പരിശോധിച്ച് നോക്കുക. ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തേതായിട്ട് സ്തനങ്ങളുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, എന്തെങ്കിലും ചൊറിച്ചലോ ചുവന്ന നിറത്തിലുള്ള കുത്തുകൾ പോലെ കാണുന്നുണ്ടോ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി പോലെ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളതൊന്ന് ഉറപ്പാക്കുക. ഇനി 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നിപ്പിളിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ടോ, ഇനി അതല്ല നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടാണോ, അതല്ല എന്തെങ്കിലും ഡിമ്പിൾ ഒരു കുഴി പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക.
ഇനി അഞ്ചാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കല്ലിപ്പ്, തടിപ്പ്, മുഴ. ഇതുപോലെ നമ്മുടെ സ്തനത്തിൻ്റെ ഭാഗത്തായിട്ടോ അതല്ലെങ്കിൽ കക്ഷത്തിലോ ഈ പറഞ്ഞ പോലെ കോളർ ബോണിൻ്റെ മുകളിലായിട്ട് കഴുത്തിൻ്റെ ഭാഗത്തോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ തീർച്ചയായിട്ടും വളരെ നിസ്സാരമായി കാണാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി കണ്ട് ഇതൊക്കെ എന്താണെന്നുള്ളതെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാം, അത് വൈകിക്കാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് ടെക്നോളജീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. 30 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു 40 വയസ്സ് താഴെയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് USG സ്കാൻ പോലത്തെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാം ബ്രസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മാമോഗ്രാം ചെയ്ത് നോക്കാം. ഇനി അതല്ല, നമുക്ക് FNAC, ബയോപ്സി പോലെ ടെക്നിക്കുകളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്ത് നോക്കി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കിതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് പ്രായം. 40 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ ഇത്തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു പരിശോധന എല്ലാ മാസവും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നാളുകളായിട്ടുള്ള ഹോർമോണൽ ചികിത്സയാണ്. ഇത്തരത്തിൽ ഹോർമോണൽ ചികിത്സ എടുക്കുന്ന ആളുകളിൽ ആർത്തവത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഡേറ്റ് കൃത്യമായിട്ട് ആവാതിരിക്കാം. അപ്പോൾ അതൊക്കെ ഒരു ഡോക്ടറെ കണ്ട് എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ജീവിതശൈലിയിൽ ഒട്ടുമിക്ക ആളുകളും സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് പുകവലി, മദ്യപാനം. ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം അസുഖങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടം വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ, അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ്സ്, ഓയിലി ഫുഡ്സ് ഒക്കെയാണ്. ഇതിലൊക്കെ ഒരുപാട് കാർസിനോജൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ക്യാൻസർ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യായാമത്തിൻ്റെ കുറവാണ്. നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ച് അമിതവണ്ണം ഉണ്ടാവാറുണ്ട്, പക്ഷെ അതിന് വേണ്ടിയുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ പറഞ്ഞുതരാം. ഒന്നാമത്തെന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ എപ്പോഴും വേദന ഉണ്ടാവും. എപ്പോഴും അങ്ങനെ സ്തനത്തിന് അർബുദം വരുമ്പോൾ വേദന ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. വേദന ഇല്ലാതെയും സ്തനത്തിന് അർബുദം വരാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ മുഴകളും ക്യാൻസറാണ്. അതും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ മുഴകളും എപ്പോഴും ക്യാൻസർ ആവണമെന്നില്ല. ക്യാൻസർ അല്ലാത്ത മുഴകളും ഉണ്ടാവാം. അതൊരു ഡോക്ടറെ കണ്ട് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. ചില ആളുകൾ പറയാറുണ്ട് എൻ്റെ പാരമ്പര്യത്തിൽ ആർക്കും ക്യാൻസർ ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാൻസർ വരില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് പാരമ്പര്യത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്യാൻസർ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അടിവസ്ത്രം, ടൈറ്റായിട്ടുള്ള അടിവസ്ത്രം ധരിക്കുന്ന സമയത്ത് ക്യാൻസർ വരുന്നുള്ളത് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രായമായ ആളുകളിൽ മാത്രമേ ക്യാൻസർ വരൂ എന്നുള്ളതാണ്. പക്ഷെ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ചെറിയ പ്രായത്തിലുള്ളവർക്കും ക്യാൻസർ വരാം, പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മാത്രമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ചികിത്സ നേടാവുന്നതാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടും കോഴിക്കോട് നടക്കാനുമാണ് പരിശോധിക്കുന്നത്. നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫോൺ വിളിച്ചും പരിശോധിക്കാവുന്നതാണ്. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇറ്റ്സ് മീ ഡോക്ടർ അനുശ്രീ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ആൻഡ് സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.